ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു റിറ്റ്സിന്റെ ജനറൽ ഇംഗ്ലീഷ് സെക്ഷനിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് റെലവെന്റും വളരെ ഇമ്പോർട്ടൻറ്റും, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ടെൻസസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇത് അത്രയും ഇമ്പോർട്ടൻറ്റും കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് മൾട്ടിപ്പിൾ വീഡിയോസ് ആയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം മുന്നോട്ട് കടക്കുന്നതിന് മുന്നേ മൈ നെയിം ഇസ് കാർത്തിക് ആൻഡ് ടുഡേ വി വിൽ ബി ഡിസ്കസിങ് ടെൻസസ്. ഓക്കെ, അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ്, ടെൻസസ് എന്താന്നുള്ളതാണ്. സോ നമ്മൾ ടെൻസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മളിപ്പോൾ ഒരു സെന്റൻസ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യം എപ്പോൾ നടന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഏത് ഓർഡറിൽ നടന്നു, എപ്പോഴാണ് നടന്നത്, ഇത് നടന്നു കഴിഞ്ഞോ, നടന്നുകൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്, ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെൻസസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ടെൻസസ് ഐഡന്റിഫൈ ദ ടൈം വെൻ ആൻ ആക്ഷൻ അക്കേഴ്സ്. അപ്പം ഈ ആക്ഷൻ നടക്കുന്ന വാക്കുകളെ നമ്മൾ വേർബ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. അതായത് ഇപ്പൊ ഒരു വേർബിന്റെ എപ്പോൾ അത് നടന്നു എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഫോം ഓഫ് കമ്പോണന്റ് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ ആണ് ഈ ടെൻസസ് എന്ന് പറയുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ, ഹി വാക്ക് ടു വർക്ക് യെസ്റ്റർഡേ. അപ്പൊ ഹി വാക്ക് ടു വർക്ക്, അയാൾ ഇന്നലെ ജോലിക്ക് നടന്നു പോയി. അപ്പൊ ഇത് പറയുന്നതിലൂടെ നമ്മൾ എന്താ മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്നലെ നടന്ന കാര്യമാണ്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നത്? ഒന്ന്, ഈ വാക്കാണ് ഇവിടുത്തെ ആക്ഷൻ വേർബ്. അതായത് ഈ ഒരാൾ ചെയ്ത ആക്ഷനെ ഡിഫൈൻ ചെയ്യുന്ന വേർഡ് എന്താണ്? വാക്കാണ്. അപ്പൊ വാക്കാണ് ഇവിടെ വേർബായിട്ട് നമ്മൾ പറയുന്നത്. ഈ വേർബില് അവസാനം ഒരു ഇ ഡി കണ്ടില്ല, അതായത് വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വാക്ഡ്. അപ്പൊ ഈ വാക്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി, ഓക്കെ, ഇത് ഓൾറെഡി കഴിഞ്ഞൊരു സംഭവമാണ്. അതിന്റെ കൂടെ നമ്മളൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ ആയിട്ട് യെസ്റ്റർഡേ എന്നും കൂടി പറയുന്നുണ്ട്. അപ്പൊ എന്തായി, ഈ വാക്ഡ് എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്. ഓക്കെ, അപ്പൊ ഈ വേർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതായത് നടന്നു കഴിഞ്ഞൊരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ്. അപ്പൊ ഈ സെന്റൻസിൽ കണ്ടോ, അടിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? ദിസ് സെന്റൻസ് കമ്മ്യൂണിക്കേറ്റ്സ് വെൻ ദ ആക്ടിവിറ്റി, അതായത് വേർബ് വാസ് പെർഫോംഡ് ബൈ ദ സബ്ജക്ട്. പക്ഷെ നിങ്ങൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇൻട്രസ്റ്റിംഗ്ലി നോട്ട് ഓൾ ലാംഗ്വേജസ് ട്രീറ്റ് വേർബ് ടെൻസസ് ദ സെയിം വേ. This becomes extremely complicated when you try to literally translate Malayalam sentences into English. അപ്പൊ നമ്മൾ ഈ ഇംഗ്ലീഷ് അധികം തറോ അല്ലെങ്കിൽ ഫ്ലുവന്റ് അല്ലാത്ത ആൾക്കാർ സംസാരിക്കുമ്പോൾ, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ മലയാളത്തിൽ നമ്മളെ മനസ്സിൽ വന്ന ആ ഒരു സെന്റൻസ് നമ്മൾ ലിറ്ററലി ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇത് വളരെ വലിയൊരു പ്രശ്നമാകുന്നത്. അതായത് സബ്ജക്റ്റ് ആണോ ആദ്യം വരുന്നത്, വേർബ് ആണോ ആദ്യം വരുന്നത്, നൗൺ ആണോ ആദ്യം വരുന്നത് എന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ ഏത് ഭാഷയിലാണോ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ചിന്തകളും ആ ഭാഷയിലായിരിക്കണം. അത് ഓബ്വിയസ്ലി നമുക്ക് ഒരിക്കലും ആദ്യം തന്നെ എന്തായാലും അത് വരില്ല. അത് വിത്ത് ടൈം, വിത്ത് പ്രാക്ടീസ്, വിത്ത് പേഷ്യൻസ്, വിത്ത് എഫേർട്ട് നമുക്കത് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഈ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇപ്പൊ റീസെന്റ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നിങ്ങൾ എപ്പോഴും ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം. അപ്പോഴാണ് ഈ ഗ്രാമറിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ വരുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പോ മെയിൻ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ 3 മെയിൻ ടൈപ്പ് ഓഫ് ടെൻസസ് ആണുള്ളത്. അതായത് പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞ കാര്യം; പ്രസന്റ് ടെൻസ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം; ആൻഡ് ഫ്യൂച്ചർ ടെൻസ്, അതായത് ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം. അപ്പൊ ഇത് 3 4 ഡിഫറെന്റ് സബ് കാറ്റഗറീസ് ഉണ്ട്. അതായത് സിമ്പിൾ ആയിട്ടുള്ളതുണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്, പെർഫെക്റ്റ് ഉണ്ട്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. അപ്പൊ ഈ സ്ലൈഡ് നിങ്ങളൊന്ന് വേണമെങ്കിൽ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ പിക്ചർ എടുത്ത് വെച്ചോളൂ. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റും വളരെ എളുപ്പത്തിൽ നമുക്ക് ചില റൂൾസ് ഉണ്ടല്ലോ ഈ ഓരോന്നിലും പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചറിൽ ഈ സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഷീറ്റാണ്. അതുകൊണ്ട് ഇത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ ക്ലാസ്സിലേക്ക് കയറാം. അപ്പൊ നമ്മളെ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ പാസ്റ്റ് ടെൻസ് ഓൾറെഡി കഴിഞ്ഞ ഡയലോഗ്സും കഴിഞ്ഞ ആക്ടിവിറ്റീസും കഴിഞ്ഞ ആക്ഷൻസും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ടെൻസ് ആണ് പാസ്റ്റ് ടെൻസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താ പാസ്റ്റ് ടെൻസ് എന്താ നോക്കാം. പാസ്റ്റ് ടെൻസ് യൂസ് verbs to say that something happened in the past, meaning any time before this moment right now. അതായത് നിങ്ങളോട് ഇപ്പോൾ ഒരാളൊരു കാര്യം പറയുകയാണെങ്കിൽ
അയാൾ അത് പറയുന്ന സമയത്തിന് മുന്നേ നടന്ന കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. പാസ്റ്റ് ടെൻസ് 4 രീതിയിലുണ്ട്. അതായത് സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ഇത് 3 ഡെഫിനിഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്കെയറി ആയിട്ട് തോന്നും, പക്ഷെ അത് കാര്യമാക്കണം. നമുക്ക് സിമ്പിൾ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച ചീറ്റ് ഷീറ്റിൽ എഴുതിയിട്ടുണ്ട്, ഓരോ ടെൻസും റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി അതിനൊരു കീ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ ഫീച്ചേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടെൻസസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യാം, മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, അപ്പൊ ഈ ഡെഫിനിഷൻസ് ഇപ്പം നിങ്ങൾ വേണമെങ്കിൽ നോക്കി വെച്ചോളൂ, പക്ഷെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടെൻസും നോക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടെൻസ് എന്താ നമ്മൾ നോക്കാൻ പോകുന്നത്? സിമ്പിൾ പാസ്റ്റ്. ഈ കൂട്ടത്തിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടെൻസ് ആണ്. അതായത് ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഡിസ്ക്രൈബ് ഇവന്റ്സ് ദാറ്റ് ഹാവ് ഓൾറെഡി ഹാപ്പൻഡ് ആൻഡ് ആർ കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഈ സിമ്പിൾ പാസ്റ്റിൽ എന്താണ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ളത്? ഓൾറെഡി ഹാപ്പൻ, അതായത് ഓൾറെഡി നടന്നു കഴിഞ്ഞ ഒരു സംഭവമാണ്. അതേപോലെ കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ്, അതായത് നമ്മൾ ഈ വേർബില് നമ്മൾ ഒരാളെ പറ്റി ഒരു സെന്റൻസ് പറയുമ്പോൾ ആ ആള് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തു, ചെയ്ത് കഴിഞ്ഞു എന്ന് നമ്മൾ കംപ്ലീറ്റ് ആയി തീർന്ന ഒരു കാര്യത്തിന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാവുന്നത്. ഓക്കെ, അപ്പൊ മോസ്റ്റ് വേർബ്സ്, അതായത് മോസ്റ്റ് ആക്ഷൻ വേർബ്സിന് നമുക്ക് ഈ അവസാനം ഇ ഡി അല്ലെങ്കിൽ വെറും ഒരു ഡി അല്ലെങ്കിൽ ചിലത് ടി അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിൾ പാസ്റ്റ് ആക്കാവുന്നത്. അതായത് ഹി വാക്ക് എന്നുള്ളത് ഹി വാക്ഡ്, ഹി ടോക്ക് എന്നുള്ളത് അല്ല ഹി ടോക്ക് എന്നുള്ളത് ഹി ടോക്ക്. അങ്ങനെ നമ്മൾ അവസാനം ഈ ഇ ഡിയും ഡിയും ചേർത്താൽ തന്നെ സിമ്പിൾ ടെൻസ് ആവുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഈ ടി വരുമ്പോൾ ഹി ലേൺ എന്ന് പറഞ്ഞു, ഹി ലേൺ, ആ ടി ആണ് LEARNT ആണ് വരുന്നത്. However, many irregular verbs are unique past tense forms. For example, go becomes went and think becomes thought. എല്ലാത്തിനും ഈ അവസാനം ഇ ഡിയും ഡിയും നമുക്ക് ആഡ് ചെയ്തിട്ട് കാര്യമില്ല, അത് ആ വേർബിനനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ ഇത് ഇതേപോലെ ഗോ എന്നുള്ളത് വെന്റ് ആവും, തിങ്ക് എന്നുള്ളത് തോട്ട് ആവും. അപ്പൊ അത് വേർബിനനുസരിച്ചിരിക്കും. അതിന് ഈ പറഞ്ഞ പോലെ ഈ റൂൾസ് ഉണ്ടെങ്കിലും അത് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് സംസാരിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് അത് വിത്ത് പ്രാക്ടീസ് ആൻഡ് ടൈം നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇസ് വെരി ഫണ്ണി. അതായത് പല റൂൾസും ഉണ്ട്, എല്ലാ റൂളിനും പല എക്സെപ്ഷൻസും ഉണ്ട്. ആരോ ഈ ചിലത് എനിക്ക് പോലും തോന്നാറ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആരോ എന്തോ ബോധമില്ലാത്ത സമയത്ത് ഉണ്ടാക്കിയ റൂൾസ് ആണ് ഈ ഓരോന്നൊക്കെ. കാരണം സം ഓഫ് ദ എന്താ പറയാ ഈ റൂൾസ് ഒന്നും ഒരു സെൻസും ഇല്ലാത്ത റൂൾസ് ആണ്. പക്ഷെ ആസ് വിത്ത് എവറിത്തിങ് എല്ലാത്തിനും അതിൻ്റെതായ റൂൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ ലാംഗ്വേജ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും നിങ്ങൾ മനസ്സിൽ വെച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത്യാവശ്യം യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. അതൊരു മസിൽ മെമ്മറി പോലെ താനെ വരും. ഓക്കെ, അപ്പൊ നമുക്കൊരു സിമ്പിൾ പാസ്റ്റിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇന്ത്യ ഗെയിൻഡ് ഇൻഡിപെൻഡൻസ് ഇൻ 1947. അപ്പം വേറൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഹിസ്റ്റോറിക്കൽ ഇവന്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, അതായത് മുമ്പേ നടന്നതായിട്ട് ഒരു ഹിസ്റ്റോറിക്കലി റെലവെന്റ് ആയിട്ടുള്ള കാര്യം സംസാരിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യണം. ഓക്കെ, ഇന്ത്യ ഗെയിൻഡ് ഇൻഡിപെൻഡൻസ് ഇൻ 1947, അത് ഹിസ്റ്റോറിക്കലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യും. In this example, the verb tense indicates that India finished the act of gaining independence at some point in the past. അതായത് ഈ ഇൻഡിപെൻഡൻസ് കിട്ടുന്ന ആ ഒരു ആക്ഷൻ ഒരു ആക്ടിവിറ്റി മുഴുവനായിട്ടും 1947 തീർന്നു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസിനെയാണ് നമ്മൾ സിംപ്ലി പാസ്റ്റിൽ പറയാറ്. ഓക്കെ, അതായത് ഈ ആക്ഷൻ കംപ്ലീറ്റ്ലി കഴിഞ്ഞു. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. സിമ്പിൾ പാസ്റ്റിന്റെ ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. അതായത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി കംപ്ലീറ്റഡ്. ഓക്കെ, അടുത്തത് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് നീങ്ങാം. ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഡിസ്ക്രൈബ്സ് an ongoing activity that occurred in the past. It is formed by combining past tense verb to be and past participle of a verb ending in ing. ഇതൊന്നും കേട്ടിട്ട് പേടിക്കേണ്ട, നമുക്കിത് സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിളിലൂടെ തന്നെ ഒന്ന് നോക്കാം. റിയ വാസ് റീഡിങ് എ ബുക്ക് ഇൻ ദ മോർണിംഗ്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ നോക്കാം? റിയ വാസ് റീഡിങ് എ ബുക്ക് ഇൻ ദ മോർണിംഗ്. അപ്പൊ ഇതിലെന്താ ഈ വാസ് ഇട്ടപ്പം തന്നെ അതെന്തായി? അത് പാസ്റ്റ് ആയി. ഓക്കെ, കഴിഞ്ഞൊരു കാര്യം. വാസ് റീഡിങ് ഇതിൽ ing വരുന്നുണ്ട്. ഓക്കെ,
അപ്പൊ ഈ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഈ ബി എന്നുള്ളൊരു വാക്കിന്റെ ഏതെങ്കിലും ഒരു ഫോമും പ്ലസ് ഒരു ING നമ്മുടെ വേർബിന്റെ അകത്ത് ഉണ്ടാവും. ഓക്കെ, അതായത് ഇവിടെ ഇപ്പം വേർബ് എന്ന് പറഞ്ഞത് എന്താണ്? റീഡാണ്. അപ്പൊ ഈ റീഡിന്റെ കൂടെ ബീന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ബി എന്ന് പറഞ്ഞ വാക്ക്, ഈ ബി എന്നുള്ള ഈ വാക്ക് പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ അതിന്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ വാസ് ആണ്. അപ്പൊ റിയ വാസ് റീഡിങ് എ ബുക്ക് ഇൻ ദ മോർണിംഗ്. ഓക്കെ, അപ്പൊ എന്തായി? പാസ്റ്റ് കണ്ടിന്യൂസ്. അതായത് റിയ ഇന്ന് രാവിലെ ആ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ആക്ടിവിറ്റി അവിടെ തീരും ചെയ്തു. റിയ വായിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇപ്പം റിയ വായിക്കുന്നില്ല. അതാണ് ഈ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. അതായത് ഈ ബി എന്നുള്ളൊരു വാക്കും അതിന്റെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ING ഫോം അതിനകത്തുണ്ടാവും ആ വേർബിന്റെ. In this example, the verb tense says that Riya began reading a book in the past and continued to do so for a period of time in the past. അതായത് ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ്ലി കഴിഞ്ഞു, പക്ഷെ റിയ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അതാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾസിൽ നമുക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അടുത്തത് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് നീങ്ങാം. ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് ഇതിൽ നമ്മൾ ടൈം റിലേഷൻഷിപ്സ് കുറച്ചുകൂടി നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. അതായത് ഫോർ എക്സാമ്പിൾ, ഇൻ ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഡിസ്ക്രൈബ്സ് എ പാസ്റ്റ് ഇവന്റ് ഇൻ റിലേഷൻ ടു അനദർ ഇവന്റ് ദാറ്റ് ഒക്കേർഡ് ക്ലോസർ ടു ദ പ്രസന്റ്. അതായത് ഇതിൽ രണ്ട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഈ രണ്ട് ആക്ടിവിറ്റീസും പാസ്റ്റിലാണ് നടന്നത്, പക്ഷെ ഇത് രണ്ടും തമ്മിലൊരു റിലേഷൻഷിപ്പ് ആണ്. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. അത് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചത്. ഫോർ എക്സാമ്പിൾ, ഐ ബോട്ട് ദ സ്മാർട്ട് ഫോൺ കിരൺ ഹാഡ് റെക്കമെൻഡഡ് ടു മീ. അപ്പൊ ഇതിൽ രണ്ട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ഐ ബോട്ട് ദ സ്മാർട്ട് ഫോൺ, അതായത് ഞാൻ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങി. അത് എപ്പോഴാണ് ഞാൻ വാങ്ങിയത്? കിരൺ റെക്കമെൻഡ് ചെയ്തതിന് ശേഷം. മനസ്സിലായോ? അപ്പൊ അവിടെ രണ്ട് ആക്ടിവിറ്റി വരുന്നുണ്ട്. ഇത് ഒരു ആക്ടിവിറ്റിയാണ്, ഇതും ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ആക്ടിവിറ്റി നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ട്. കാരണം ഞാൻ ആ സ്മാർട്ട് ഫോൺ എന്തുകൊണ്ടാണ് വാങ്ങിയത്? കിരൺ പറഞ്ഞതുകൊണ്ട്. അപ്പൊ അവിടെ അതൊരു റിലേഷൻഷിപ്പായി. അപ്പൊ ഇങ്ങനെ രണ്ട് സെന്റൻസസും പാസ്റ്റിൽ നടന്ന രണ്ട് സെന്റൻസും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് വരുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതിൽ കണ്ടോ, ഐ ബോട്ട്. ഈ ബോട്ട് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്. വാട്ട് കിരൺ ഹാഡ് റെക്കമെൻഡഡ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. വൺ ആക്ഷൻ അക്കേർഡ് ബിഫോർ ദി അതർ. അതായത് ഈ ഒരു ആക്ഷൻ, ഈ റെക്കമെൻഡഡ് എന്ന് പറഞ്ഞ ആക്ഷൻ മറ്റേ ബോട്ട് എന്നൊരു ആക്ഷന്റെ മുന്നേ നടന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ടെണ്ണം വരുമ്പോഴാണ് രണ്ട് ടെൻസസ് തമ്മിലോ രണ്ട് സെന്റൻസസ്, രണ്ട് വേർഡ്സ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് പാസ്റ്റിൽ ഡിഫൈൻ ചെയ്യുമ്പോഴാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊന്നും കേട്ടിട്ട് പേടിക്കേണ്ട. നമുക്കൊരു എക്സാമ്പിളിലൂടെ നമുക്കിത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാം. ആൻഡ് ഫൈനലി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇത് പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ഒരു മിക്സ് ആയിട്ട് വരുന്ന ഒരു ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ചില സമയത്ത് മനസ്സിലാക്കാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എക്സാമ്പിൾസ് വരുമ്പോഴാണ് നമുക്കത് ക്ലിയർ ആവുന്നത്. പക്ഷെ നമുക്ക് എന്തായാലും ഇതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഇറ്റ് ഡിസ്ക്രൈബ്സ് an ongoing action performed in relation to another event that occurs closer to the present. ഓക്കെ, നമ്മൾ കേൾക്കുമ്പോൾ തോന്നും ഇത് പാസ്റ്റ് പെർഫെക്റ്റ് തന്നെയല്ലേ എന്ന്. പക്ഷെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബിന്റെ ഫോം അനുസരിച്ചിട്ടാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരുമ്പോൾ നമുക്ക് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് നമുക്ക് ഞാൻ ലാസ്റ്റ് ഒരു 10 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾസിലൂടെ നമുക്കത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ഫോർ എക്സാമ്പിൾ, റോഹൻ ഹാഡ് ബീൻ പെയിന്റിംഗ് ഫോർ 2 hours when the phone rang. അപ്പൊ ഇതിൽ എന്തൊക്കെ നോട്ട് ചെയ്യണം നിങ്ങൾ? ഫസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ഫോൺ റാങ് ആൻഡ് റോഹൻ ഹാഡ് ബീൻ പെയിന്റിംഗ്, അല്ലെ? അപ്പൊ ഇത് രണ്ടും റിലേറ്റഡ് ആണ്. കാരണം റോഹൻ ഫോൺ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റോഹൻ ഹാഡ് ബീൻ പെയിന്റിംഗ്. മനസ്സിലായി? അത് രണ്ടും റിലേറ്റഡ് ആണ്. നമ്മൾ ഈ സെന്റൻസിൽ അത് റിലേറ്റഡ് ആണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിൽ നമ്മൾ നോക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഹാഡ് ബീൻ എന്നുള്ള ഭാഗം. ഈ ഹാഡ് ബീൻ എന്നുള്ളത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. അതേപോലെ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് അല്ല, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കാനും നമുക്ക് ഈ ഒരു ING ഫോം, ഈ വേർബ്, അതായത് പെയിന്റ് എന്നുള്ള വേർബിന്റെ
ING ഫോമും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ കണ്ടോ ഈ 2 hours എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് തമ്മിൽ നമുക്ക് മനസ്സിലാക്കാൻ റിലേറ്റീവ്ലി ഹെൽപ്ഫുൾ ആയിരിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പം ദി അബവ് എക്സാമ്പിൾ യൂസസ് ദ verb tends to indicate that Rohan was painting for a length of 2 hours before another event, the phone ringing, interrupted or stopped his act of painting. ഓക്കെ, അപ്പൊ ഇത്രയും ആണ് നമ്മൾ ഡെഫിനിഷനിൽ വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഒരു 10 എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ ഒരു 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ കാണിക്കുമ്പോൾ ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ഒരു 5 seconds ഇത് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ആ 5 seconds കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ആൻസർ പറയുന്നു. അപ്പൊ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ചൂസ് ദ കറക്റ്റ് സെന്റൻസ് ഇൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഇതിൽ ഏത് സെന്റൻസ് ആണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉള്ളതാണ് നിങ്ങൾ നോക്കണം. അപ്പൊ ഒരു 5 seconds ഒന്ന് പോസ് ചെയ്യാം. ഓക്കെ, പോസ് ചെയ്തോ? ചില കള്ളന്മാരും കള്ളത്തിമാരും പോസ്റ്റ് ചെയ്തിട്ടില്ലാന്ന് എനിക്ക് അറിയാം. ഓക്കെ, പക്ഷെ നിങ്ങളതൊരു ജെന്യുവൻ എക്സസൈസ് ആയി ചെയ്ത് നോക്കുക. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഷി വാസ് കുക്കിംഗ് ഡിന്നർ വെൻ ഐ അറൈവ്ഡ്, ഷീ കുക്സ് ഡിന്നർ എവറി നൈറ്റ്, ഷീ കുക്ക് ഡിന്നർ ലാസ്റ്റ് നൈറ്റ് ആൻഡ് ഷീ ഹാസ് കുക്ക് ഡിന്നർ. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 3 ആണ്. ഷീ കുക്ക്ഡ് ഡിന്നർ ലാസ്റ്റ് നൈറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇത് കുക്ക് എന്നൊരു വേർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. അതിൽ ED ആഡ് ചെയ്തപ്പോൾ അത് പാസ്റ്റ് ആയി. പിന്നെ ഇതിൽ വേറെ നമ്മൾ നോക്കി 3 ടെൻസ് പാസ്റ്റ് ടെൻസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും ഇല്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഷീ കുക്ക് ഡിന്നർ ലാസ്റ്റ് നൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. ഐഡന്റിഫൈ ദ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈ 4 എണ്ണത്തിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. They were playing outside when it started raining. They play outside every evening. They played outside yesterday. They have played outside. ഓക്കെ, പോസ് ചെയ്യുക, കണ്ടുപിടിക്കുക, എന്നിട്ട് നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണെന്നറിയോ? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് 1 ആണ്. ഓക്കെ, they were playing outside when it started raining. അപ്പം ഇതിൽ എന്താ നോക്കേണ്ടത്? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ചോദിച്ചത്. അപ്പൊ എന്താ? വേർബിന്റെ ING ഫോം ആയിരിക്കണം. ഇവിടെ വേർബ് പ്ലേ ആണ്. ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ മാത്രമേ നമുക്ക് ഇതിൽ ING ഫോം ഉള്ളൂ. അപ്പൊ ഇതാണ് നിങ്ങളുടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഇതിൽ എന്തുകൊണ്ട് വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് ഒരു സെക്കൻഡ് ആക്ടിവിറ്റി വരുന്നുണ്ട്, ഒരു സെക്കൻഡ് ആക്ഷൻ വരുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയില്ല എന്നുള്ളത്. അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ they were playing outside when it started raining is not an example of past perfect continuous tense, and അതിൽ 3 റീസൺ. ഈ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് is used to describe an action that started in the past, continued for some time and was still ongoing before another past event. Example, എങ്ങാനും ഇതിൽ they had been playing outside for an hour when it started raining. ഞാൻ പറഞ്ഞു പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ആക്ഷന്റെ ഡ്യൂറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അങ്ങനെ ഡ്യൂറേഷൻ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് എപ്പോഴും ഒന്നെങ്കിൽ സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പം ഇവിടെ ഫോർ ആൻ hour എന്നുള്ളൊരു എക്സ്ട്രാ ഇതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയേനെ. ഓക്കെ, അപ്പൊ ഇവിടെ അത് നമുക്ക് പറയാൻ പറ്റില്ല. In the given sentence, they were playing outside is in the past continuous tense, indicating that an action in progress at a specific time in the past, not its duration. Okay, past perfect continuous duration വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എന്നാലും ഓർത്ത് വെക്കുക. ഇങ്ങനെ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആവാം എന്നൊരു ഏരിയ ആണ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് സെന്റൻസ് ഇസ് ഇൻ ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്? ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ്? ഹി ഫിനിഷ്ഡ് ഹിസ് ഹോംവർക്ക് ബിഫോർ ഡിന്നർ, he had finished his homework before dinner, he is finishing his homework now, and he finishes his homework every day. ഓക്കെ, ഇതിൽ എന്താണ് നോക്കേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഓക്കെ, അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും മനസ്സിലാലോചിക്കുക, എന്നിട്ട് ഒരു 5 സെക്കൻഡ് പോസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ നോക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞ സെക്കൻഡ് 1 ആണ്. he had finished his homework before dinner. നമ്മൾ പറഞ്ഞു പാസ്റ്റ് പെർഫെക്റ്റിൽ ബീന്റെ പല വേർഷൻസും നമ്മളത് യൂസ് ചെയ്യാം. അപ്പൊ അവിടെ ഈ ഹാഡ് എന്നുള്ളത് ഫിനിഷ്ഡും ഉണ്ട്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഈ ഹാഡ് എന്നുള്ളത് നമ്മുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. അതേപോലെ ഫിനിഷ്ഡിന്റെ ED, അപ്പൊ എന്തായാലും പാസ്റ്റ് ആയി. ഒരു വേർബിന്റെ കൂടെ ED ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആയി. പിന്നെ ഹാഡ് ഫിനിഷ്ഡ് എന്നുള്ളതും
നമ്മൾ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യാം. ആൻഡ് ഫൈനലി എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റിൽ നമ്മൾ പറഞ്ഞു ഒരു സെക്കൻഡ് ആക്ടിവിറ്റി ഉണ്ടാവും, ബിഫോർ ഡിന്നർ. ഓക്കെ, ഈ ബിഫോർ ഡിന്നർ എന്നുള്ളത് ഒരു സെക്കൻഡ് ആക്ടിവിറ്റിയാണ്. അപ്പം ഒരു സെക്കൻഡ് ആക്ടിവിറ്റി അല്ല, ഐ മീൻ ഈ ഒരു ആക്ടിവിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറൊരു കാര്യമാണ്. അതുകൊണ്ട് ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ല, കാരണം ഇവിടെ ഒരു ING ഫോം ഇല്ല. സിമ്പിൾ പാസ്റ്റ് അല്ല, കാരണം ഇവിടെ ഒരു ഹാഡ് എന്നുള്ളൊരു ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് ഇതിനൊരു കോറിലേഷൻ ഉണ്ട്. അപ്പൊ ഇത് പറയാൻ പറ്റില്ല. അപ്പൊ എന്താണ്, ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഇസ് യൂസ് ടു ഷോ ദാറ്റ് വൺ ആക്ഷൻ ഹാപ്പൻ ബിഫോർ അനദർ ആക്ഷൻ ഓർ ടൈം ഇൻ ദ പാസ്റ്റ്. ഹെൻസ് ഫിനിഷിംഗ് ഹോംവർക്ക് ഹാപ്പൻ ബിഫോർ ഡിന്നർ. ഞാൻ പറഞ്ഞു കോറിലേഷൻ വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അടുത്തതിലേക്ക് നമുക്ക് പോകാം. കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ഫോം. ബൈ ദ ടൈം വി അറൈവ് ദേ ഡാഷ് ലീവ് എന്നാണ് ഇവിടുത്തെ എന്ത് വേർബ്. ഈ വേർബിന്റെ കറക്റ്റ് ടെൻസിലുള്ള യൂട്ടിലൈസേഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓപ്ഷൻസ് ഇതൊക്കെയാ: ഹാഡ് ലെഫ്റ്റ്, were leaving, left, have left. ഓക്കെ, അപ്പൊ ആൻസർ എന്താണെന്ന് നോക്കിക്കേ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹാഡ് ലെഫ്റ്റ് ആണ്. ഓക്കെ, കാരണം ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് അവർ ഓൾറെഡി ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് രണ്ട് സിറ്റുവേഷൻസ് ഓർ രണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട് ദാറ്റ് ആർ റിലേറ്റഡ്. ഓക്കെ, അപ്പൊ ബൈ ദ ടൈം വി അറൈവ്ഡ് അതാണ് ഒരു എന്താ പറയാ വേർബ്, ഒരു ആക്ഷൻ, ഒരു ആക്ടിവിറ്റി. ദേ ഹാഡ് ലെഫ്റ്റ്. അപ്പൊ നമ്മൾ തൊട്ട് മുന്നത്തെ എക്സാമ്പിളിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ സെക്കൻഡ് ആക്ടിവിറ്റി ആണ് ആദ്യം പറയുന്നത്, പിന്നീടാണ് ഫസ്റ്റ് ആക്ടിവിറ്റി പറയുന്നത്. ഓക്കെ, അപ്പം ഇംഗ്ലീഷിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ടെൻസസും, അതേപോലെ തന്നെ ഞാൻ തന്നെ മുന്നേ എടുത്തൊരു ക്ലാസ് ഉണ്ട്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിന്റെ ഒരു ലൈവ് സെഷൻ. അത് നിങ്ങൾക്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഞാൻ ലിങ്ക് ഇടാം, പിന്നെ ഡിസ്ക്രിപ്ഷനിലും ഇടാം. ഓക്കെ, അപ്പൊ അതിലും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇംഗ്ലീഷിൽ കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഏതൊരു കാര്യം സംസാരിക്കുമ്പോൾ അതിൽ ടെൻസ് യൂസ് ചെയ്യുമ്പോഴും ഇൻഡയറക്റ്റ് ആണോ ഡയറക്റ്റ് സ്പീച്ച് ആണോ എന്ന് യൂസ് ചെയ്യുമ്പോഴും എപ്പോൾ അറിയിക്കേണ്ട കാര്യം കോണ്ടെക്സ്റ്റ് ആണ്. എപ്പോൾ എന്ത് സംഭവിച്ചു, ആരോട് എന്ത് പറഞ്ഞു, ആരാണ് ആദ്യം പറഞ്ഞത്, എന്താണ് ആദ്യം സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ ക്ലിയർ ആയിട്ട് ഉള്ളപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഗ്രാമർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ വീഡിയോ എന്തായാലും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ, ഞാൻ മുകളിൽ ലിങ്ക് ഇടുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഹാഡ് ലെഫ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോം ഓഫ് ദ സെന്റൻസ്. ഇതിൽ ഏതാണ് കറക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സെന്റൻസ് എന്നുള്ളത് നോക്കുക. അപ്പൊ ഒന്ന് പോസ് ചെയ്യുക, ഓപ്ഷൻസ് വായിച്ച് നോക്കുക, നിങ്ങൾ തന്നെ ഒരു ആൻസർ മനസ്സിൽ കരുതുക. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞത് നമ്പർ 4 ആണ്. ദേ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ അവേഴ്സ് ബിഫോർ ദ ട്രെയിൻ അറൈവ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പാസ്റ്റ് പെർഫെക്റ്റിലുള്ള പോലെ തന്നെ ഹാഡ് ഉണ്ടാവും, കൂടെ ഒരു ഹാഡ് ബീൻ ഉണ്ടാവും, പിന്നെ ഒരു വേർബിന്റെ ING ഫോം ഉണ്ടാവും, പിന്നെ എന്താണ് പെർഫെക്റ്റ് ഉള്ളതിലും ഞാൻ പറഞ്ഞല്ലോ ഒരു സെക്കൻഡ് ആക്ടിവിറ്റിയും കൂടി ഉണ്ടാവും. അപ്പൊ ട്രെയിൻ അറൈവ്ഡ് എന്നുള്ളതാണ് ഇവിടുത്തെ സെക്കൻഡ് ആക്ടിവിറ്റി. ഓക്കെ, അപ്പൊ ഇത് രണ്ടും റിലേറ്റഡ് ആണ്. ദേ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ us ബിഫോർ ദ ട്രെയിൻ അറൈവ്ഡ്. ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ എന്ത് പറഞ്ഞു? ഡ്യൂറേഷൻ ഓഫ് ആക്ഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ 4 hours എന്നുള്ള ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ്. അങ്ങനെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഈ റൂൾസ് വെച്ചിട്ട് നിങ്ങൾ ബാക്കി 3 ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തുകൊണ്ട് ഇതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ 6th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐഡന്റിഫൈ ദ പാസ്റ്റ് കണ്ടിന്യൂസ് സെന്റൻസ് ഫ്രം ദ ഫോളോയിങ് ഗ്രൂപ്പ്. ഓക്കെ, ഓപ്ഷൻസ് എല്ലാം ഒന്ന് വായിച്ചു നോക്കുക, ഏതാണ് കറക്റ്റ് എന്ന് നോക്കുക. 4 ഓപ്ഷൻസ് ഉണ്ട്, 5 seconds വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹി വാസ് ലിവിങ് ദെയർ വെൻ ദ വാർ ബിഗാൻ. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസിൽ വാസ് എന്നുള്ളൊരു വാക്കുണ്ടാവും, ബീന്റെ വാസ് എന്നുള്ള വാക്കുണ്ടാവും, പിന്നെ ING ഫോം ഉണ്ടാവും. ഓക്കെ, പിന്നെ അപ്പം ഇതാണ് ഷീ വാസ് ലിവിങ് ദെയർ വെൻ ദ വാർ ബിഗാൻ. ഓക്കെ, ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസിൽ ഈ കൂട്ടത്തിലുള്ള എക്സാമ്പിൾ. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്യണം. ഇത് ഈ കൂട്ടത്തിലുള്ളതിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ഇതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പല ഫോമിലും നമുക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷെ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിന് പാസ്റ്റ് കണ്ടിന്യൂസ് ഇതാണ്. അത് ഞാൻ എല്ലാത്തിലും പറയുകയാണ്, നിങ്ങൾ ഓരോന്നിലും പോസ് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ അറിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ആൻസേഴ്സ് എന്തുകൊണ്ട് തെറ്റായിരിക്കും അല്ലെങ്കിൽ തെറ്റായിരിക്കാം എന്നുള്ളത് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, 7th ക്വസ്റ്റ്യനിലേക്ക് നീങ്ങും. വിച്ച് സെന്റൻസ് ഇസ് ഇൻ ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ്? ഈ കൂട്ടത്തിൽ ഏതാണ് സിമ്പിൾ പാസ്റ്റ്? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, പോസ് ചെയ്തല്ലോ, നോക്കിയല്ലോ, പോസ് ചെയ്തോ? ചിലവര് പോസ് ചെയ്തിട്ടില്ല, ഇപ്പോഴും പോസ് ചെയ്യുന്നില്ല എന്ന് എനിക്കറിയാം, പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾക്ക്
ആൻസർ അറിയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഐ സ്റ്റഡീഡ് ഓൾ നൈറ്റ്. ഓക്കെ, അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇതിൽ സിമ്പിൾ പാസ്റ്റ് ആണ്, വേറെ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല. ഇവിടെ വേർബ് എന്താണ്? സ്റ്റഡി ആണ്. ആ വേർബിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് പാസ്റ്റ് ടെൻസ് ഫോം എന്താണ്? സ്റ്റഡീഡ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടുത്തെ സിമ്പിൾ പാസ്റ്റിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. വിച്ച് സെന്റൻസ് ഇൻഡിക്കേറ്റ്സ് an ആക്ഷൻ കംപ്ലീറ്റഡ് ബിഫോർ അനദർ ആക്ഷൻ ഇൻ ദ പാസ്റ്റ്? ഇതിൽ ഏതിലാണ് ഒരു ആക്ഷൻ കംപ്ലീറ്റഡ് ബിഫോർ അനദർ ആക്ഷൻ ഇൻ ദ പാസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ ടെൻസ് ഒന്നും ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ഈ ഒരു ഡെഫിനിഷനിൽ ഫിറ്റ് ആവുന്ന സെന്റൻസ് ഏതാണെന്നാണ്. ഓക്കെ, അപ്പൊ ഇത് കറക്റ്റ് ആൻസർ എന്താണ്? നമ്പർ 2 ആണ്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹി ഹാഡ് കുക്ക് ഡിന്നർ, അതൊരു ആക്ടിവിറ്റി ആണ്. ബിഫോർ ഐ അറൈവ്, രണ്ടും പാസ്റ്റിൽ കഴിഞ്ഞ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, ഈ പാസ്റ്റിൽ കഴിഞ്ഞ ആക്ടിവിറ്റീസ് ഇതിൽ ഏതാണെന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. ഇതിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഷീ വാസ് കുക്കിംഗ് എന്നുള്ളത് അവൾ കുക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഞാൻ വന്നപ്പോൾ, അതല്ല അവർ ചോദിച്ചേക്കുന്നത്. രണ്ടും ഇതിന് മുന്നേ, അതായത് ഞാൻ അറൈവ് ചെയ്യുന്നതിന് മുന്നേ ഡിന്നർ കുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഞാൻ അറൈവ് ചെയ്യുന്നതിന് മുന്നേയും കഴിഞ്ഞ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഷീ കുക്ക് ഡിന്നർ വെൻ ഐ അറൈവ്ഡും നമുക്ക് പറയാൻ പറ്റില്ല. ഷീ കുക്സ് ഡിന്നർ വെൻ ഐ അറൈവ്ഡും കറക്റ്റ് അല്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത നമുക്ക് 9th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐഡന്റിഫൈ ദ സെന്റൻസ് ഇൻ ദ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിൽ ഏതിലാണ് പാസ്റ്റ് പെർഫെക്റ്റ് എന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഒന്ന് പോസ് ചെയ്യുക, എല്ലാ ഓപ്ഷൻസും ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ആൻഡ് ദെൻ നിങ്ങൾ എന്താണ് ഓപ്ഷൻ നോക്കുക. അതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹി ഹാഡ് ബീൻ റൈറ്റിംഗ് ദ റിപ്പോർട്ട് ഫോർ 3 hours ബിഫോർ സബ്മിറ്റിംഗ് ഇറ്റ്. ഞാൻ പറഞ്ഞു പാസ്റ്റ് പെർഫെക്റ്റിൽ എന്തൊക്കെയാണ് നമ്മുടെ റൂൾസ്. ഒന്ന് ഹാഡ് ബീൻ എന്നുള്ളൊരു ഒരു യൂസേജ് ഉണ്ടാവും. പിന്നെ റൈറ്റ് ആണ് ഇവിടുത്തെ വേർബ്, ഈ റൈറ്റിന്റെ ING ഫോം ഉണ്ടാവും. പിന്നെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, അതായത് ഈ 3 hours എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് മൂന്നും വെച്ചിട്ടാണ് നമ്മൾ ഇതില് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഈ കൂട്ടത്തിൽ ഇതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒന്നുകൂടി ബാക്കി 3 ഓപ്ഷൻസ് വായിച്ച് നോക്കിയിട്ട് എന്തുകൊണ്ട് ഈ ഡിസ്ക്രിപ്ഷനിൽ അത് ഫിറ്റ് ആവുന്നില്ല എന്നുള്ളതും നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, മൂവിങ് ഓൺ, നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദിസ് സെന്റൻസ്. വൈൽ ഷീ ഡാഷ് TV ദ ലൈറ്റ് വെന്റ് ഔട്ട്. അതിൽ വാച്ച് ആണ് ഇവിടെ വേർബായിട്ട് അവർ കൊടുത്തേക്കുന്നത്. അപ്പൊ വാച്ചിന്റെ ഏതാണ് കറക്റ്റ് യൂസേജ് എന്നാണ് ഇവരിവിടെ ചോദിച്ചേക്കുന്നത്. അപ്പം എന്താണ് ഇതില് നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് അറിയാം. അപ്പൊ ദ ലൈറ്റ്സ് വെന്റ് ഔട്ട്, അതായത് നടന്നുകൊണ്ടിരിക്കുന്ന അവള് TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ലൈറ്റ് പോയത്. ഓക്കെ, അതാണ് ഈ ഒരു സെന്റൻസിന്റെ ഉദ്ദേശം. അതാണ് ഞാൻ പറഞ്ഞ കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ്. നമ്മുടെ മനസ്സിൽ നമുക്ക് ആദ്യം എന്താണ് ഈ സെന്റൻസ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും. വൈൽ ഷീ ഡാഷ് വാച്ച് TV ദ ലൈറ്റ്സ് വെന്റ് ഔട്ട്. ഓക്കെ, അപ്പൊ എന്താണ് അവൾ TV കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ലൈറ്റ് പോയത്. കണ്ടോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തായി? അത് കണ്ടിന്യൂസ് ടെൻസ്. ഈ കൂട്ടത്തിൽ ഏതാണ് കണ്ടിന്യൂസ് ടെൻസ് ഉള്ളത്? കണ്ടിന്യൂസ് എന്നുള്ള വാക്ക് വരുമ്പോൾ എപ്പോഴും ING ഫോം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? നമുക്ക് 10 എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഈ ടെൻസസ് പാസ്റ്റ് ടെൻസിന്റെ 4 ഫോം നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൂടി റിവിഷൻ ചെയ്യുമ്പോൾ ഈ 4 ടെൻസ് ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ചെന്ന ആ ഒരു ചാർട്ട് ഉണ്ടല്ലോ, അത് നോക്കുക. ഏതൊക്കെ കണ്ടീഷൻസ്, 4 ടെൻസിന്റെയും കണ്ടീഷൻസ് എന്താണെന്നും നമ്മൾ നോക്കുക. ഓക്കെ, പിന്നെ എന്താണ് ഈ എക്സാമ്പിൾസ് ഒന്നുകൂടി നോക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ എക്സാമ്പിൾ എന്തുകൊണ്ട് മറ്റേ ഓപ്ഷൻസ് തെറ്റാണെന്നുള്ളതും നിങ്ങൾ ഒബ്സർവ് ചെയ്യാം. പിന്നെ ഞാൻ ഒരു പ്രോ ടിപ്പ് പറയാണ്, ഈ ലാസ്റ്റ് വരെ ഇരുന്നവർക്കുള്ള ഒരു പ്രോ ടിപ്പാണ് കേട്ടോ അത്. അതായത് നിങ്ങൾ എത്ര ലിറ്ററൽ മലയാളത്തിലുള്ള സെന്റൻസ് ഇംഗ്ലീഷിലാക്കാൻ നോക്കിയിട്ട് നിങ്ങൾ സംസാരിക്കാൻ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഈ ടെൻസസ് ഒക്കെ നമ്മൾ മനസ്സിൽ വെച്ച് സംസാരിക്കേണ്ട കാര്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി വരും നമ്മൾ ഇനഫ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ആ പ്രാക്ടീസ് ചെയ്യാനുള്ള 2-3 ടിപ്സ് ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മടിച്ചു നിന്നിട്ട് കാര്യമില്ല, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നോക്കുക, തെറ്റിക്കോട്ടെ. ഓക്കെ, നിങ്ങളോട് ഫ്രണ്ടിനോടോ വീട്ടിൽ ആരോടെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ നോക്കുക. ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളോട് സംസാരിക്കാൻ നോക്കുക. അപ്പൊ അവർ നമ്മളോട് പറഞ്ഞുതരും കറക്ഷൻസ് എവിടെയാണ്. പിന്നുള്ളത് നിങ്ങളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് TV ഷോ ചൂസ് ചെയ്യാം. പക്ഷെ അത് സൂക്ഷിക്കണം, അത് നിങ്ങൾക്ക് ആക്സെന്റ് മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ പീരീഡ് ഡ്രാമ ആവരുത്. അതായത് മുമ്പേ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഡ്രാമ ആവരുത്. അതായത് ഫോർ എക്സാമ്പിൾ ഗെയിം ഓഫ് ത്രോൺസ് ഒന്നും ആവരുത്. ഇപ്പം റെലവെന്റ് ആയിട്ടുള്ള മോഡേൺ എറയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഫേവറബിളി ഒരു സിറ്റ്കോം, അതായത് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഹൗ ഐ മെറ്റ് യുവർ മദർ, മോഡേൺ ഫാമിലി, ദി ഓഫീസ്,
ഇതുപോലത്തെ TV ഷോസിന്റെ 1-2 എപ്പിസോഡ് നിങ്ങൾ ഫുള്ളായിട്ട് കാണും. ഈ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ സിറ്റുവേഷൻസിനും അവർ ഏത് രീതിയിലാണ് സംസാരിക്കുന്നത് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ അത് മ്യൂട്ട് ആക്കിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സീൻ നിങ്ങൾ മനസ്സിൽ റീക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആ ഓരോ സിറ്റുവേഷനിൽ അവർ ഏത് ടെൻസാണ് യൂസ് ചെയ്തതെന്നൊന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം, അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ആ എപ്പിസോഡ് ഇരുന്ന് കാണുക. ആൻഡ് ഫൈനലി എന്ത് ചെയ്യുക, അത് മ്യൂട്ടിലിട്ടിട്ട് നിങ്ങൾക്ക് ആ ഡയലോഗ് പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പൊ ഇങ്ങനെ ഓരോ ഡയലോഗ്സും ഓരോ കോൺവെർസേഷൻസും നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നതോടും നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് വരും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം താങ്ക് യു. ഹോപ്പ് യു ഹാഡ് എ യൂസ്ഫുൾ സെഷൻ. ആൻഡ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എന്തായാലും നമ്മൾ പ്രസന്റ് ടെൻസ് നോക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ലെസൺ. ആൻഡ് ഹോപ്പ്ഫുള്ളി യു ഹാഡ് എ യൂസ്ഫുൾ ലെസൺ. നമുക്ക് പ്രസന്റ് ടെൻസിൽ നമുക്കിനി കാണാം. ഓക്കെ, ബൈ ഗൈസ്.